ഹലോ വിദ്യാർത്ഥികളെ, നോൺ ഫെറസ് മെറ്റലിലും ത്രെഡ് കട്ടിങ്ങിലും ഫെറസ് മെറ്റലിനൊപ്പം ഫിറ്റിങ്ങിനൊപ്പം നെഗറ്റീവ് റേക്ക് ടൂൾ പ്രാക്ടീസ് ചെയ്യുക എന്ന വിഷയത്തിലേക്ക് സ്വാഗതം. ഈ എക്സ്റ്റേണലിന്റെ അവസാനം നിങ്ങൾക്ക് കഴിയും ഗ്രൈൻഡ് നെഗറ്റീവ് റേക്ക് ത്രെഡിംഗ് ടൂൾ എക്സ്റ്റേണൽ ത്രെഡ് കട്ട് ചെയ്യുന്നത്. മെറ്റീരിയൽസ് ആൻഡ് എക്യുപ്മെന്റ്: ലാത്ത്, കൂളന്റ്, thread cutting tools, thread gauges, tabs and dies for ferrous metals, wrenches or spanners, thread lockers. Process. Task 1. Grinding negative rake. വീൽ കൈകൊണ്ട് തിരിക്കുക, ഫ്രീ റൊട്ടേഷൻ നിരീക്ഷിക്കുക. യഥാർത്ഥ റണ്ണിങ്ങിനായി ഗ്രൈൻഡിംഗ് വീലുകൾ പരിശോധിക്കുക. ഗ്ലാസ് ധരിക്കുക. വീൽ ഡ്രസ്സറിലൂടെ വീൽ ധരിക്കുക. മിനിമം ഗ്യാപ്പ് നിലനിർത്താൻ ടൂൾ റെസ്റ്റ് ക്രമീകരിക്കുക. ഫ്രണ്ട് ക്ലിയറൻസ് ആംഗിൾ 7 ഡിഗ്രി ഗ്രൈൻഡ് ചെയ്യാൻ വീലിന് നേരെ ടൂൾ പിടിക്കുക. സൈഡ് ക്ലിയറൻസ് ആംഗിൾ 3 ഡിഗ്രി ഉപയോഗിച്ച് ടൂളിന്റെ മറുവശം 30 ഡിഗ്രി ഗ്രൈൻഡ് ചെയ്യുക. നെഗറ്റീവ് ടോപ്പ് റേക്ക് 3 ഡിഗ്രി ഗ്രൈൻഡ് ചെയ്യുക. ഓയിൽ സ്റ്റോൺ ഉപയോഗിച്ച് ടൂൾ ലാപ്പ് ചെയ്യുക. ടാസ്ക് 2. നോൺ ഫെറസിൽ ത്രെഡിംഗ് മെയിൽ. റോ മെറ്റീരിയൽസിന്റെ സൈസ് പരിശോധിക്കുക. ചക്കിന് പുറത്ത് ജോബ് 50 മില്ലിമീറ്റർ ഹോൾഡ് ചെയ്ത് ശരിയാക്കുക. എൻഡ് ഫേസ് ചെയ്യുക. പരമാവധി ദൈർഘ്യം 30 മില്ലിമീറ്റർ ടേൺ ചെയ്യുക. ചേംഫർ 1.5 ഇൻറ്റു 45 ഡിഗ്രി. ജോബ് തിരിച്ചുപിടിച്ച് ഹോൾഡ് ചെയ്യുക.
മറ്റേ അറ്റം മൊത്തം നീളം 70 മില്ലിമീറ്റർ നിലനിർത്തുക. സ്റ്റെപ്പ് 24 മില്ലിമീറ്റർ 50 മില്ലിമീറ്റർ നീളത്തിലേക്ക് തിരിക്കുക. അഞ്ച് മില്ലിമീറ്റർ വീതിയിൽ ഒരു അണ്ടർകട്ട് രൂപപ്പെടുത്തുകയും അണ്ടർകട്ട് ഡയമീറ്റർ 20 മില്ലിമീറ്റർ നിലനിർത്തുകയും ചെയ്യുക. ശരിയായ സ്ഥാനത്തേക്ക് ടൂൾ പോസ്റ്റിൽ ത്രെഡിംഗ് ടൂൾ സജ്ജമാക്കുക. രണ്ട് 5 മില്ലിമീറ്റർ പിച്ച് ത്രെഡ് 45 മില്ലിമീറ്റർ നീളത്തിൽ മുറിക്കുക. ത്രെഡ് രൂപീകരണം ചെക്ക് ചെയ്യുക. ഈ വീഡിയോയിൽ നെഗറ്റീവ് റേക്ക് ത്രെഡിംഗ് ടൂൾ ഗ്രൈൻഡ് ചെയ്യുന്നതും ഒപ്പം എക്സ്റ്റേണൽ ത്രെഡ് കട്ട് ചെയ്യുന്നത് എങ്ങനെയെന്നും നമ്മൾ പഠിച്ചു. എല്ലാ ആശയങ്ങളും എക്സസൈസുകളും നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞങ്ങളുടെ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് ഫലപ്രദമായ മറ്റൊരു അത്ഭുതകരമായ ആശയം ഞങ്ങൾ കൊണ്ടുവരും. അതുവരെ സുരക്ഷിതരായിരിക്കൂ.